പുതിയ മെമ്പറാണ് അദ്ദേഹം, ഇതൊക്കെ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അതായത് അതൊരു നാടകമായിരുന്നു. ഇല്ലെങ്കിൽ അങ്ങേക്ക് വോക്കൌട്ട് പ്രസംഗം ഇല്ല. അപ്പൊ അപ്പുറത്ത് അവകാശം നിഷേധിക്കപ്പെട്ട മെമ്പർ പുതുമുഖമല്ലേ? ഇഡിയെ കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല, ട്രംപിന്റെ മുന്നിലല്ല. പക്ഷെ മുരളിന്റേത് കുറച്ച് കൂടിയ പുതുമുഖത്താണ്. മുരളി ചെയറുമായിട്ട് സഹകരിക്കും. നാടകം കൈയോടെ പിടിക്കപ്പെട്ടതോടെ ഭരണപക്ഷ ബെഞ്ച് സൈലന്റായി. സ്പീക്കർ ചിരിച്ചു തടി കഴിച്ചലാക്കി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉദാരമനസ്കത വേണ്ടേ? നമസ്കാരം. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ 16ാം കേരള നിയമസഭ അതിന്റെ പ്രധാന ബിസിനസ്സുകളിലേക്ക് കടന്നു. VD സർക്കാരും. എന്നാൽ എന്താണ് ബിസിനസ്? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സമീപ നാളുകളിൽ ഉയർന്ന ഒരു സുപ്രധാന വിമർശനമുണ്ട്. മുഖ്യ പ്രതിപക്ഷമായ CPMന്റെ നേതൃത്വത്തിലുള്ള LDFന് പകരം 3 പേരുടെ അംഗബലമുള്ള BJPയെ പ്രധാന പ്രതിപക്ഷമായി കുടിയിരുത്തുന്നതിനുള്ള നീക്കം മാധ്യമങ്ങളും കോൺഗ്രസും കൂടി നടത്തുന്നു എന്നുള്ളതാണത്. ആ വിമർശനം സാധൂകരിക്കുന്ന ഒരു സംഭവം നിയമസഭയിൽ ഉണ്ടായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായിരിക്കുമ്പോൾ പലതും പ്രതീക്ഷിച്ചിരുന്നവർക്ക് മുന്നിൽ കനത്ത ആഘാതമായ സംഭവം. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് VD സർക്കാർ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ അടിയന്തര പ്രമേയ ആവശ്യം പ്രതിപക്ഷം ഉയർത്തി. KN ബാലഗോപാൽ പ്രമേയത്തിനായുള്ള അവതരണ അനുമതിക്കുള്ള പ്രസംഗം നടത്തി. മുഖ്യമന്ത്രി മറുപടി പ്രസംഗം നടത്തി. ആവശ്യം തള്ളി. പിന്നെ നടന്ന കാര്യങ്ങൾ സഭ ശ്രദ്ധിക്കുന്ന ഏതു മലയാളിയും അന്തിപ്പിക്കുന്നതായിരുന്നു. പ്രതിപക്ഷം വാക്കൗട്ട് നടത്തുന്നുണ്ടെങ്കിൽ വാക്കൗട്ട് പ്രസംഗങ്ങളാണ് സ്വാഭാവികമായി ഉണ്ടാവുക. ആദ്യം പ്രതിപക്ഷ നേതാവ്, പിന്നെ ഓരോ കക്ഷി നേതാക്കൾ. പ്രമേയത്തിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രർക്കും മറ്റും സംസാരിക്കാം. ഇപ്പോൾ UDF ആണെങ്കിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് VD സതീശൻ സംസാരിക്കും, PK കുഞ്ഞാലിക്കുട്ടി സംസാരിക്കും, പിന്നെ മറ്റ് കക്ഷി അനൂപ് ജേക്കബ് സംസാരിക്കും. അത് കഴിഞ്ഞ് സ്വതന്ത്രരായിരിക്കുന്ന KK രമയൊക്കെ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അവരും സംസാരിക്കും. ഇവിടെയോ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൗട്ട് പ്രസംഗം നടത്തി. അടുത്തതായി CPIയുടെ K രാജൻ പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് LDFന്റെ മൂന്നാമത്തെ കക്ഷി ജനതാദളിന്റെ പ്രവീൺ കുമാറാണ് സംസാരിക്കേണ്ടത്. എന്നാൽ സംഭവിച്ചതോ സ്പീക്കറുടെ പിന്തുണയോടെ BJPയുടെ രംഗപ്രവേശം. ഇത് ആസൂത്രിതമാണോ? പിന്നീട് നടന്നത് നാടകീയ സംഭവങ്ങളാണ്. വിശദമായി നമുക്ക് നോക്കാം. ആദ്യം അടിയന്തര പ്രമേയ ആവശ്യം. സഭാ നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള റൂൾ 50 ഉപക്ഷേപം. KN ബാലഗോപാൽ, ശ്രീ K രാജൻ, ശ്രീ PK പ്രവീൺ എന്നിവർ ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേട്ടല്ലോ, സ്പീക്കർ പ്രത്യേകം പറഞ്ഞ 3 പേരുകൾ. അടുത്തത് മുഖ്യമന്ത്രിയുടെ ആദ്യ വിശദീകരണം. അത് കഴിഞ്ഞ് പ്രമേയ അവതാരകൻ KN ബാലഗോപാൽ പ്രസംഗിച്ചു. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടു. വാക്ക് പ്രധാനമാണെന്ന് മാത്രം, വാക്ക് മാത്രമാണെന്ന് വരരുത്, വാക്ക് പാലിക്കുന്നതാണെന്ന് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വാക്ക് പ്രധാനമാണെന്ന് പറയുമ്പോൾ വാക്ക് പാലിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊരു സമീപനം ശ്രീ VD സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി VD സതീശന്റെ വിശദമായ മറുപടി. ചർച്ച ആവശ്യമില്ല എന്ന് വ്യക്തമാക്കി. ഈ കാര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്ന് ഞാൻ ബഹുമാനപൂർവ്വം അങ്ങേ അറിയിക്കും. പിന്നാലെ സ്പീക്കർ പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ചെയർ കരുതുന്നതിനാൽ ഉപക്ഷേപം അവതരിപ്പിക്കുന്നതിന് അനുമതി നിഷേധിക്കുന്നു. അടുത്തത് പ്രതിപക്ഷത്തിന്റെ തീരുമാനമാണ്. വാക്കൌട്ട് നടത്തുന്നുണ്ട് അവർ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗം നടത്തി. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഗവൺമെന്റിന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ കക്ഷിയും വാക്കൌട്ട് ചെയ്യുകയാണ്. അടുത്തത് പ്രതിപക്ഷത്തെ രണ്ടാമത്തെ കക്ഷി CPIയുടെ K രാജനാണ് പ്രസംഗിക്കേണ്ടത്. രാജൻ എഴുന്നേറ്റപ്പോൾ തന്നെ BJPയുടെ BB ഗോപകുമാർ ഇടപെട്ട് തുടങ്ങി. സഭാ നടപടികൾ അറിയാത്തതുകൊണ്ടാണ് സാർ. സഭാ നടപടികൾ അറിയാത്തതുകൊണ്ടാണെന്ന് നിഷ്കളങ്കമായി നമുക്ക് വിചാരിക്കാം. പോട്ടെ. അത് കഴിഞ്ഞ് രാജൻ പ്രസംഗിച്ച് വാക്കൌട്ട് പ്രഖ്യാപിച്ച് ഇറങ്ങി. ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഗവൺമെന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ കക്ഷിയും വാക്കൌട്ട് ചെയ്യാണ് സാർ. ഇനിയാണ് നാടകത്തിന്റെ പ്രധാന ഭാഗം. പ്രതിപക്ഷത്തിന്റെ അടുത്ത നേതാവ്, അടിയന്തര പ്രമേയാവശ്യത്തിൽ ഒപ്പിട്ട മൂന്നാമത്തെയാൾ പ്രവീൺ കുമാറാണ് സംസാരിക്കേണ്ടത്. കൂത്തുപറമ്പ് MLA. പുതുമുഖമാണ്. എന്നാൽ സംഭവിച്ചത് അവിടെയും BB ഗോപകുമാർ എണീറ്റു. സർ, കേന്ദ്ര ഗവൺമെന്റ് ഒറ്റ ഒരു പോയിന്റ്, ഈ അടിയന്തര പ്രമേയത്തിനകത്ത് BJP ഒപ്പിട്ടിട്ടില്ല. അത് സ്പീക്കർക്ക് അറിയാത്തതല്ല. അപ്പൊ നമ്മൾ വിചാരിക്കും നടപടിക്രമങ്ങൾ പാലിക്കാനുള്ള പുറപ്പാടാണ് എന്ന്. പക്ഷെ സംഭവിച്ചതോ ഇതാണ്. പക്ഷെ അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ട് പറഞ്ഞ് പോവുകയും ചെയ്യാം. അതെങ്ങനെ പറയും? വാക്കൌട്ട് പ്രസംഗം തീർന്നില്ലല്ലോ. പ്രവീൺ കുമാർ സംസാരിച്ചില്ലല്ലോ. BB ഗോപകുമാറും BJPയും അടിയന്തര പ്രമേയത്തിൽ കക്ഷിയുമല്ലല്ലോ. അല്ല, അദ്ദേഹം ഇതിനകത്തെ കക്ഷിയല്ല, അദ്ദേഹം അതിനകത്ത് ഒപ്പിട്ടിട്ടില്ല. എന്നിട്ടും അസാധാരണമായി നടപടിക്രമങ്ങൾ ലംഘിച്ച് BJP നേതാവിന് സഭയിൽ പ്രസംഗിക്കാൻ അനുവാദം കൊടുത്തു. സർ, അതല്ല, വളരെ സ്പീക്കർ അനുവദിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ച് ചില നിലപാടുകൾ പറയാൻ അവസരം സ്പീക്കർ തന്നിട്ടുണ്ട്. കിട്ടിയ അവസരല്ലേ മൂപ്പരെ അടിച്ചുവിട്ടു. മോദിജിക്കുള്ള പ്രശംസയോടെ പ്രശംസ. കേന്ദ്ര ഗവൺമെന്റ്
കാലാകാലങ്ങളിൽ കൊടുത്തിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റ് 2 ഗവൺമെന്റിനെയും കാലഘട്ടത്തിൽ കൊടുത്ത കണക്കനുസരിച്ച് ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തിന്റെ പുറപ്പാടാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആർക്ക് വേണ്ടിയാണ് അക്കാസേരയിൽ ഇരിക്കുന്നത്? ഒന്ന് ചെറുതായിട്ട് ഇന്റർഫിയർ ചെയ്യട്ടെ. ഒരു മിനിറ്റ് ഞാൻ ഇന്റർഫിയർ ചെയ്യട്ടെ, ഒറ്റ സെക്കൻഡ്. ഇവിടെ ഈ വോക്കൌട്ടിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നത് ഈ പ്രമേയത്തിൽ ഒപ്പിട്ട ആളുകൾക്കാവും. പ്രമേയത്തിൽ ഒപ്പിട്ടിട്ടുള്ള ശ്രീ പ്രവീൺ തൊട്ടപ്പുറത്ത് പുറകിലുണ്ട്. അങ്ങയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങയ്ക്ക് വളരെ ചുരുക്കി പറയുന്നതിന് ഞാനൊരു സാവകാശം തരികയും ചെയ്യാം. അങ്ങ് പ്രസംഗം തുടങ്ങിയത് കൊണ്ട് വേഗം ലിമിറ്റ് ചെയ്താൽ വോക്കൌട്ട് പ്രസംഗത്തിലേക്ക് അവർക്ക് ശ്രീ പ്രവീണിനെ വിളിക്കാൻ പറ്റും. അതായത് അതൊരു നാടകമായിരുന്നു. നടന്നുകൊണ്ടിരുന്ന നടപടിക്രമങ്ങൾ പോലും പൂർത്തിയാക്കാതെ വേഗം BJP നേതാവിനെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ട് എന്തോ പരിപാടിയുണ്ട്. അല്ല, തുടങ്ങിയത് കൊണ്ട് തുടങ്ങിപ്പോയത് പുതിയ മെമ്പറാണ്. അദ്ദേഹം ഇതൊക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ അപ്പുറത്ത് അവകാശം നിഷേധിക്കപ്പെട്ട മെമ്പർ പുതുമുഖമല്ലേ? പ്രവീൺ കുമാർ പുതുമുഖമല്ലേ? ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയെന്ന ഒരു ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് ശ്രീ ഗോപൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കേട്ടില്ല. മൈക്ക് പ്രസിഡന്റായി മാറരുത്. ഇല്ലില്ല, പ്രസിഡന്റ് BB ഗോപകുമാർ പുതുമുഖമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. അർഹമായ സംസാരിക്കാൻ അവകാശപ്പെട്ട പ്രവീൺ കുമാർ മറ്റൊരു പുതുമുഖമാണ്. ചുരുക്കത്തിൽ BJPയുടെ പുതുമുഖം കുറച്ച് കൂടിയ പുതുമുഖമാണ് എന്നാണ് തിരുവഞ്ചൂർ പറഞ്ഞു വരുന്നത്. ഇതിലല്ലായിരുന്നു എന്ന് വരികിൽ മെയ്ഡൻ സ്പീച്ച് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു പ്രിവിലേജും ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങ് തുടങ്ങിയത് കഴിയുന്നത്ര വേഗം ലിമിറ്റ് ചെയ്ത് അടുത്ത വോക്കൌട്ട് പ്രസംഗത്തിലേക്ക് നമുക്ക് പോകണം. ഇനിയാണ് കളി. എന്താണ് BJPയുടെ കൂടിയ പുതുമുഖത്തിന്റെ ദൗത്യം? അത് ഈ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ മോദിയെ വിമർശിച്ച പിണറായിക്കുള്ള മറുപടിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം നിയമസഭയിൽ നിരന്തരമായി BJP വിമർശനം ഉയർന്നുകൊണ്ടിരുന്നപ്പോൾ എതിർക്കാൻ കഴിയാതെ സഭയിൽ അംഗത്വമില്ലാതിരുന്ന BJPയുടെ ഫ്രസ്ട്രേഷൻ സഭയിൽ തീർക്കുകയാണ്. അതിനുവേണ്ടി കോൺഗ്രസിന്റെ സാധ്യതകൾ ഉപയോഗിക്കുകയാണ്. മോദി ട്രംപിനെ പേടിക്കുന്ന പ്രധാനമന്ത്രി എന്ന് പിണറായി സഭയിൽ പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടിക്കാണ് BB ഗോപകുമാറിന്റെ നീക്കം. ഇഡിയെ കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല, ട്രംപിന്റെ മുന്നിലല്ല, ഏത് ലോകരാഷ്ട്ര തലവന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് ഭാരതത്തിന് ഉള്ളത്. അതായത് കോൺഗ്രസിനും UDFനും പറയാൻ പറ്റാത്തത് പറയാനുള്ള ദൗത്യമാണ് ഗോപകുമാർ ഏറ്റെടുത്തത്. ഈ ഗുരുതരമായ ഒരു സാമ്പത്തിക ബഹുമാനപ്പെട്ട അംഗം, നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡിബേറ്റ് കേൾക്കോ. ഗവർണർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്ന നന്ദി പ്രമേയത്തെക്കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ട്. ആ ചർച്ചയിൽ അങ്ങയ്ക്കും അങ്ങയുടെ പാർട്ടിക്കും പറയാനുള്ള കാര്യങ്ങൾ വിശദമായി പറയാൻ പറ്റും. എന്നിട്ടും അസാധാരണമായ ഒരു പ്രിവിലേജ് BJP അംഗത്തിന് കൊടുത്തു. ഇതോടെ പ്രതിപക്ഷം ഇളകി. അവരുടെ വാക്കൌട്ട് പ്രസംഗങ്ങൾ പൂർത്തിയാക്കാൻ പോലും അനുവദിക്കാതെ BJPക്ക് അസാധാരണമായി അവസരം കൊടുത്തതിൽ അവർ പ്രകോപിതരായി. ഒരു സെക്കൻഡ്, അത് തീർത്തോണ്ടിരിക്കുകയാണ്. സംഗതി പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായ സ്പീക്കർ തിരുവഞ്ചൂർ ഉടനെ അതെല്ലാം മായ്ച്ചു കഴിഞ്ഞ് പെട്ടെന്ന് പ്രവീണിനെ വിളിച്ചു. പ്രവീൺ സംസാരിക്കാം. ഇനി BJP അംഗത്തെക്കാൾ കുറഞ്ഞ പുതുമുഖമായ പ്രവീണിനോടുള്ള സമീപനം നോക്കൂ. മൈക്ക് തന്ന് വോക്കൌട്ട് പ്രസംഗം ഉണ്ടെങ്കിൽ അങ്ങ് സംസാരിക്കൂ, ഇല്ലെങ്കിൽ അങ്ങേക്ക് വോക്കൌട്ട് പ്രസംഗം ഇല്ല എന്നുള്ള ധാരണ നമുക്ക് മുന്നോട്ട് നീങ്ങേണ്ടി വരും. അതായത് BJPയുടെ ഗോപകുമാറിന് എത്ര ബഹളത്തിലും പുതുമുഖം എന്ന് പറഞ്ഞ് പോരാടി ക്രമവിരുദ്ധമായി അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് പ്രവീൺ എന്ന പുതുമുഖം സംസാരിക്കുമ്പോൾ വേണമെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കോ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കരുതി അടുത്ത പരിപാടിയിലേക്ക് പോകും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു ലിമിറ്റിൽ നിന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്തു, എനിക്കറിയാം. അത് ഡീവിയേറ്റ് ചെയ്യാൻ കാരണം ഒരു പുതിയ മെമ്പർ ആയതുകൊണ്ടാണ്. ആ പുതിയ മെമ്പർ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. ക്രമവിരുദ്ധമായി അവസരം നൽകിയ ഒരാളുടെ കൂടിയ പുതുമുഖത്വത്തെക്കുറിച്ച് സ്പീക്കർ ഇങ്ങനെ വാദിക്കുന്നത് ആരോടാണ്? അവസരം നിഷേധിക്കപ്പെട്ട മറ്റൊരു പുതുമുഖത്തോട്. പ്രവീൺ എന്ന പുതുമുഖം എന്റേത് ഏത് പുതുമുഖം എന്ന് സ്വയം ആലോചിച്ചുകൊണ്ടിരിക്കെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എണീറ്റു. പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഉദാരമനസ്കതയാണ് ഇവിടെ പ്രകടമായത് എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ദീർഘമായ സഭയുടെ പ്രവർത്തന പാരമ്പര്യവും ചട്ടങ്ങളും ഒക്കെ അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. അതിൽ നിന്നുള്ള വ്യതിയാനമായി പോയത്. നാടകം കൈയോടെ പിടിക്കപ്പെട്ടതോടെ ഭരണപക്ഷ ബെഞ്ച് സൈലന്റായി. സ്പീക്കർ ചിരിച്ചു തടി കഴിച്ചലാക്കി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉദാരമനസ്കത വേണ്ടേ? മുഖ്യ പ്രതിപക്ഷത്തിന്റെ അവകാശം കവർന്ന് നൽകി അതിനു മുകളിൽ ഒരു ഉദാരമനസ്കത ഇങ്ങനെ വേണം. നമുക്കൊരു ഉദാരമനസ്കതയോടുകൂടിയൊക്കെ നമ്മൾ ഇപ്പോഴേ അങ്ങനെ ശത്രുപക്ഷത്തോട്ട് പോകണ്ട. ആ വ്യതിയാനം ഈ വാക്കൌട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈ അംഗത്തിന് സമയം കൊടുക്കണമെങ്കിൽ അങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ പവർ അനുസരിച്ച് ചെയ്യാമായിരുന്നു. അതല്ല അങ്ങ് ചെയ്തത്.
പുതിയ മെമ്പർക്ക് ചട്ടങ്ങളുടെ ലംഘനം വരുത്തിക്കൊണ്ട് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങിപ്പോ പറയുന്നത് ഇതൊരു പ്രസിഡൻസ് ഇല്ല, പ്രസിഡന്റ് അല്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞു. അങ്ങനെ പറയാതെ രക്ഷയില്ല. വേറെന്ത് ചെയ്യും? അദ്ദേഹം ഒരു മെയ്ഡൻ സ്പീച്ച് നടത്താൻ അർഹതയുള്ള ഒരാളാണ്. അദ്ദേഹം ഈ സഭയിൽ ആദ്യമായിട്ട് വരികയാണ്. അപ്പൊ അദ്ദേഹം ഒരു സംസാരം തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അതിന്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അതെന്റെ പാരമ്പര്യം എന്നെ അനുവദിക്കുന്നില്ല. അതാണ് എന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. പാരമ്പര്യമാണ് പ്രശ്നം. പല നിയമസഭകളിലും 1, 3 ഒക്കെയായി എത്തിയവരെ പിടിച്ച് പ്രധാന കസേരയിൽ ഇരുത്തിയ പാരമ്പര്യം ഇതുപോലൊക്കെ തന്നെയാണ് കേരളത്തിന്റെ അതിർത്തിക്കപ്പുറത്ത് പലയിടത്തും വർക്ക് ചെയ്തത്. പ്രവീണിനെ നമ്മള് വോക്കൌട്ട് പ്രസംഗത്തിന് വേണ്ടി വിളിക്കുകയാണ്. അങ്ങ് കഴിയുന്നത്ര ലിമിറ്റ് ചെയ്ത് സംസാരിച്ചാൽ ഉപകാരം. അതെ, BJP അംഗത്തെ പോലെയല്ല, ലിമിറ്റ് ചെയ്ത് സംസാരിക്കണം. പ്രവീണിന്റെ പുതുമുഖത്വം ഗോപകുമാറിന്റെ അത്ര പോരാന്ന് വീണ്ടും പറയാണ്. പുതിയൊരു മെമ്പർ എന്ന നിലയിൽ സാറുടെ ഉദാര മനസ്കത ഞങ്ങളോട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതൊന്നുമില്ല, നിങ്ങളുടെ പുതുമുഖത്വം അത്ര പോരാ. അത് BJPന്റെ പുതുമുഖത്വമാണ്. എന്താ പുതുമുഖം? ലേശം കൂടിയ ഒന്ന്. അത് കഴിഞ്ഞ് പോയിന്റ് ഓഫ് ഓർഡർ എന്നെല്ലാം പറഞ്ഞ് V. മുരളീധരൻ എന്ന മറ്റൊരു പുതുമുഖവും എണീറ്റു. പോയിന്റ് ഓഫ് ഓർഡർ നേതാവും അത് കഴിഞ്ഞ് ആ സബ്ജക്ട് പോയല്ലോ. പോയിന്റ് ഓഫ് ഓർഡർ ബഹുമാന്യനായിട്ടുള്ള അംഗം ശ്രീ KN ബാലഗോപാലും നടത്തിയ പ്രസംഗങ്ങളിൽ ചട്ടം 307 പ്രകാരം ഇതിപ്പോ BJP പ്രതിപക്ഷത്താണോ ഭരണപക്ഷത്താണോ? അപ്പുറത്ത് PK ഫിറോസൊക്കെ മുരളിയുടെ തൊട്ടടുത്ത ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ശ്രീ മുരളി, ഞാനൊരു കാര്യം 307 എന്ന് പറയുന്നത് എക്സ്പെൻഡ് ചെയ്യാനുള്ളതാണ്. ആ എക്സ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പിനകത്ത് നമ്മൾ ഈ പറഞ്ഞതിൽ ഒരു കാര്യവും വരുന്നില്ല. പക്ഷെ മുരളിൻ്റെത് കുറച്ച് കൂടിയ പുതുമുഖത്താണ്. ശ്രീ മുരളി, നമ്മള് കേക്കോ, അങ്ങ് ചെയറുമായിട്ട് സഹകരിക്കൂ. അയ്യോ, അവര് സഹകരിക്കും. ഇതുപോലൊക്കെ അങ്ങോട്ടും സഹകരിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു പ്ലീസ്. അപ്പൊ ചുരുക്കത്തിൽ ഒരു നയപ്രഖ്യാപനം കൂടി നടത്തപ്പെട്ടു. പണ്ട് എതിരാളികളെ ഒതുക്കാൻ ചിലർ PC ജോർജിനെ പോലെ ചിലരെ ഇറക്കി വിടാറുണ്ടെന്ന് പറയാറുണ്ട്. ഇത്തവണ സഭയിൽ പിണറായിയെയും കൂട്ടരെയും കൈകാര്യം ചെയ്യാൻ BJPയിലെ 3 അംഗങ്ങളെ പ്രത്യേകമായി കോൺഗ്രസ് ഉപയോഗിക്കും എന്നാണ് ഈ നയപ്രഖ്യാപനം. ഇനി എന്തൊക്കെ കാണും? കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.